അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? മൂന്നാറിലെ വട്ടവിളയിലാണ്. ഈ മൂന്നാർ വരുന്നവർ പ്രത്യേകിച്ചും പോകാനുള്ള ഒരു സ്ഥലമാണ് ഈ വട്ടവിള എന്ന് പറയുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ട്രക്കിങ്ങിൽ, അതായത് നമ്മുടെ ജീപ്പ് ട്രക്കിങ്ങിൽ സ്ട്രോബെറി, അതായത് നമ്മുടെ ഇനി കൃഷി ഫാമിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ കരിങ്കമ്പ തേയില്ല അതൊക്കെ കാണാം ഇനി. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് പോവേണം. അപ്പോൾ വട്ടവിളയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് ആദ്യം നമുക്ക് പോയി കാണാം. ഓക്കെ, ആദ്യം നമ്മുടെ കാറ് പുറകിൽ, ജീപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് പോവാല്ലേ? അപ്പൊ നമുക്ക് നേരെ വട്ടവിള വിശേഷങ്ങൾ. ഓക്കെ, വട്ടവടയാ? വട്ടവട. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വട്ടവിളയിലെ വിശേഷങ്ങൾ കാണാം. പോണ കാറിനാണ് നമ്മുടെ കാർ അവിടെ കയറൂല. കാർ അവിടെ കയറില്ല, അതുകൊണ്ടാണ് നമ്മളെ ജീപ്പിൽ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വട്ടവിള വിശേഷങ്ങൾ കാണാം. അപ്പൊ വട്ടവിളയിൽ റോഡ് മോശമാണ്, അതുകൊണ്ട് വട്ടവടയിൽ റോഡ് മോശമാണ്. അപ്പൊ നമുക്ക് ട്രക്കിങ്ങിൽ ഇവിടെ വരുന്നൊരു ഉറപ്പായിട്ടും ജീപ്പിൽ തന്നെയാണ് പോകാൻ. എന്നാലേ നമുക്കൊരു 24 കിലോമീറ്റർ ഉണ്ട്, കറങ്ങി കുറെ പോയിന്റുകളൊക്കെ ഉണ്ട്. അതായത് സൂയിസൈഡ് പോയിന്റ് അല്ല, സൂയിസൈഡ് പോയിന്റ്. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നേരെ ആദ്യം വീഡിയോ പോകും. പോയിട്ട് കണ്ടിട്ട് വരും നമ്മള്. അതായത് സൂയിസൈഡ് പോയിന്റ് റോഡ് സൂപ്പറാണ്. ഉടനെ നമ്മൾ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ദഹിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമ്മള് സൂയിസൈഡ് പോയിന്റ് അല്ല, നമ്മുടെ കുഞ്ചാക്കോബൻ അഭിനയിച്ച ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അവിടെ പോവാം. പക്ഷെ കുഞ്ചാക്കോബനെ കാണാൻ പറ്റത്തില്ല, ആ പോയിന്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. വെളുത്ത വീട് കിടന്നില്ലേ മേലത്തെ, ആ വീട്ടിലാണ് ആ നായാട്ട് സിനിമ തൂങ്ങി മരിക്കുന്ന സീനും. പിന്നെ പോലീസിനെ പേടിച്ചിട്ട് ഈ പാറിന്റെ ഉള്ളിൽ പോകുന്നുണ്ടല്ലോ, ജീപ്പ് സവാരിയായിട്ടൊക്കെ, അതൊക്കെ ഈ പാറിന്റെ ഉള്ളിലാണ്. പിന്നെ അഭിമന്യ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് അഭിമന്യ വില്ലേജ്. ഇപ്പൊ പാർട്ടിക്കാർക്ക് കൊടുത്തുള്ള വീട് വേറെ സെപ്പറേറ്റ്. ടൗൺ മറ്റേ ദിവസം പാർട്ടിക്കാരായിട്ട് പണ്ട് ഉണ്ടാക്കി അവർ വേറെ വീട് പഠിക്കുന്നു. അതിനകത്ത് അവിടെ ഓടി നടന്ന് അതിന്റെ നമ്മുടെ മണ്ഡലത്തിൽ പറഞ്ഞ വീട് തൊട്ട് കുടുംബ പോലെ അങ്ങനെ കേരട്ട്, ഇങ്ങനെ കുറെ കൃഷികളുണ്ട്. അതൊക്കെ ഇവിടെ തന്നെ കച്ചവടം ചെയ്യും. ഇവിടെ കേരളം, തമിഴ്നാട്, ഇത് കേരളമാണ്. പണ്ടത്തെ തമിഴ്നാടാ. പണ്ടത്തിൽ പറഞ്ഞാൽ നമ്മള് കന്യാകുമാരി, നായരുകളൊക്കെ കേരളത്തിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. അത് മാറ്റി കൊടുത്തിട്ട് തമിഴ്നാട് വേണ്ടി ഇപ്പൊ നമ്മൾ കണ്ടത് നമ്മൾ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത, കുഞ്ചാക്കോബന്റെ നായാട്ട് സിനിമ ഷൂട്ട് ചെയ്ത സ്പോട്ടാണ് നമ്മൾ കണ്ടത്. അപ്പൊ അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ ആദിവാസി കുടി എന്ന ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സെക്കൻഡ് ഏരിയ ഫ്രണ്ട് വ്യൂ ഇവിടെ കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ, ദയനീയ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ കാറുകളിൽ ബസ്സൊന്നും ഇങ്ങോട്ട് വരുന്നതല്ല. നമുക്ക് ട്രക്കിങ്ങിന് നമുക്ക് ജീപ്പ് തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദിവാസി കുടി. നമ്മുടെ വീടുകൾ കാണാൻ പറ്റില്ല, കുറേ വീടുകളുണ്ട്. ലൈറ്റായിട്ട് വൈറ്റ് കാണുന്നില്ലേ, അവിടെ ബ്ലൂ ഷെയ്ഡ് കാണുന്നത്, അവിടെ മൊത്തം വീടുകൾ ഇരിക്കുന്നതാണ്. പക്ഷെ നല്ല മഞ്ഞിറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കാണാൻ പറ്റാത്തത്. ഉച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ മഞ്ഞുള്ളത്. ഉച്ചയ്ക്ക് അല്ലേ? ഉച്ചയ്ക്കല്ലേ മഞ്ഞ്? ചേട്ടാ, അടുത്ത സ്പോട്ട് ഏതാണ്? വ്യൂ പോയിന്റ്. ഓക്കെ, സൂയിസൈഡ് പോയിന്റ് കാണാനാണ് കീർത്തി ഇറങ്ങുന്നത്. എങ്ങനെയുണ്ട്? അങ്ങ് താഴോട്ട് നോക്ക്. വ്യൂ പോയിന്റാ? ഓ, വ്യൂ പോയിന്റ് ആണ്. യെസ്. അപ്പോൾ കണ്ടോ, വ്യൂ പോയിന്റ് ആണ് ഇവിടുത്തെ മെയിൻ. അടുത്തിനി പോകുന്നത് സ്ട്രോബെറി ഫാം. ആഗ്രഹിച്ചു വന്നു. ആദ്യം എന്ത് കാണാനാണ് ഇവിടെ വന്നത്, ട്രക്കിങ്ങിന് വന്നത്? ഇപ്പൊ നിങ്ങൾ കാണുന്നത് പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. അതിന് തക്കാളിയുടെ ചെടിയല്ലേ അല്ലേ? ഉരുളക്കിഴങ്ങ്. അപ്പൊ ഇതാണ് ഉരുളക്കിഴങ്ങ്. അടുത്തേക്കുന്ന ഗ്രീൻ പീസ് ആണല്ലേ? ക്യാബേജ്. ക്യാബേജ്, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ്, ക്യാരറ്റ്, വെജിറ്റബിൾസ്. എന്ത് പറഞ്ഞാലും അതിൽ എന്തൊരു കേസ് തെറ്റാണല്ലോ. ഈ തണുപ്പായതുകൊണ്ടാണ് അക്ഷര സന്തോഷം എന്താ പറയാമെന്ന്. ഈ ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞാൽ
ഗ്രീൻ ബീൻസ് ഈ ഡിസംബർ സമയത്ത് ഇതിനെ കൂടുതൽ ബീൻസ് ആയിട്ട്. അടുത്ത് സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി ഫാം. ഓക്കെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പൊട്ടറ്റോ കണ്ടതുകൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ നമുക്കിനി സ്ട്രോബെറി ഫാമിലേക്ക് പോവാം. കാത്തു വെച്ചത് ചുവപ്പ് കാണുമ്പോ ഒന്നും കാണാൻ പറ്റില്ല. ക്യാബേജ് കാണാൻ പറ്റില്ല. നമ്മളിതാ മൂന്നാർ വന്നിട്ട് നമ്മൾ ഊട്ടിപ്പൂ എടുക്കുകയാണ് അല്ലേ? എടുക്കുകയാണ് ഊട്ടിപ്പൂ. നമ്മളിതാ കണ്ടോ, ഞാനിതാ ഇത്ര ഊട്ടിപ്പൂ എടുത്തിട്ടുണ്ട്. ഇല്ല, ആരും ഒന്നും പറയില്ല. ആരെങ്കിലും പറയുമ്പോൾ അടി കിട്ടും, അത്രേ ഉള്ളൂ. താങ്ക് യുടാ മുത്തേ, സെയിം ടൂടാ ബ്രോ. ഓക്കെ, അപ്പോൾ ഇതാ യാ ഓക്കെ, വെരി ഗുഡ്. ഊട്ടിപ്പൂ കണ്ടോ, ഞാനെടുത്ത ഊട്ടിപ്പൂ. നല്ല പൂ. ഓക്കെ, യാ നിൽക്കി നോക്കൂ ഊട്ടിപ്പൂ താഴെ. അവിടെ ഇറങ്ങൂല ആരും, അതുകൊണ്ട് ശരിക്കും നിൽക്കുന്നു കണ്ടോ. ഊട്ടിപ്പൂ അവിടെ ശരിക്കും നിൽപ്പുണ്ട് കണ്ടോ. ഇതാണ് ഊട്ടിപ്പൂ. യെസ്. എല്ലാം ഫ്രഷ് സാധനങ്ങൾ കണ്ടോ, എല്ലാം ഫ്രഷ് കണ്ടോ. ഇത് ഫാഷൻ ഫ്രൂട്ട്സ് ആണ്. ഫാഷൻ ഫ്രൂട്ട്സിന്റെ വേറെ ഐറ്റം പേരയ്ക്ക. ക്യാരറ്റ്. സ്ട്രോബെറിയുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സ്ട്രോബെറി കാണാൻ പോവുകയാണ്. ഓക്കെ, തോട്ടം. നമ്മളിപ്പോൾ എവിടെ എത്തി? സ്ട്രോബെറി തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം സ്ട്രോബെറി തോട്ടമാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് സ്ട്രോബെറി കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഉണ്ടാ കായ്ച്ച് നിൽപ്പുണ്ട്, പക്ഷേ അതൊക്കെ ചെറുതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വലുത് നോക്കാം ഇവിടെ ഉണ്ടെന്ന്. സ്ട്രോബെറി കായ്ച്ച് നിൽപ്പുണ്ട് ഉണ്ടോ. ഇതിനകത്ത് ശരിക്കും ചെറിയ ചെറിയ കായ്കളാണ് നിൽക്കുന്നത്. വിളവെടുക്കാനുള്ള പരിവായിട്ടില്ല ഉണ്ടോ. ഇതിനകത്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ള് ഇപ്പോൾ ക്ലോസിങ് ടൈമാണ്. അപ്പോൾ കണ്ടോ, ഇതിനകത്ത് ഫുള്ള് നമ്മുടെ സ്ട്രോബെറിയാണ് നിൽക്കുന്നത്. അപ്പോൾ വിളവെടുക്കാൻ അവിടെ പഴുത്ത് നിൽക്കുന്നു. നോക്കാം, ഒന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ സ്ട്രോബെറി കായ്ച്ച് നിൽപ്പുണ്ട് ഒരു അപ്പോൾ ആദ്യം അത് അടക്കാം. അതിനടത്തെടുക്കടോ മതി ഉണ്ടോ. സ്ട്രോബെറി അങ്ങനെ ഉണ്ടോ, എന്തോ കായ്കളായി വരുന്നതേ ഉള്ളൂ ഉണ്ടോ. സ്ട്രോബെറി ഒരു സൈഡിലേക്ക് വിളവായി വരുന്നുണ്ട് ഉണ്ടോ. ഇതുപോലെ ഉണ്ടോ. അത് തന്നെ ഫുള്ള് വെള്ളത്തിൽ തന്നെ ഉണ്ടോ. മഴയാണ്, തണുപ്പാണെങ്കിലും പക്ഷെ നല്ല വെള്ളത്തിലാണ് അവരെപ്പോഴും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഏരിയ ഫുള്ള് ഒരു ടൈമിൽ വെച്ചതാണ്. അപ്പോൾ ഒരേ സമയത്ത് വിളവെടുക്കലാണ്. അതുകൊണ്ട് അതിനകത്തൊരു വലുതിരിപ്പുണ്ട് ഉണ്ടോ. പക്ഷെ അടക്കാൻ പറ്റില്ല നമുക്ക്. അവർ ഇന്ന് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് ഇന്ന് വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ. ഇതിനകത്ത് ഇത് ഏകദേശം വിളവെടുക്കാറായ ഒരുപാട് നിപ്പുണ്ട്. പക്ഷെ നമുക്ക് അകത്ത് അലോഡല്ലാത്തത് കൊണ്ട് നമുക്ക് പോവാം. ഓക്കെ, എവിടെയായിരുന്നു പോണേ? അടുത്ത് നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവാണല്ലേ. ഓക്കെ, വെള്ളച്ചാട്ടം കാണാൻ പോകാനായിട്ട് ഇവിടുന്ന് കുറച്ച് ഇറങ്ങിയിട്ട് ലെഫ്റ്റ് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാനുള്ള വഴി ഇതാണ് കണ്ടോ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് നൂൽപ്പാലത്തിലൂടെ. കണ്ടോ, എവിടെ കാണിച്ചു കൊടു കണ്ടോ. അതേ കണ്ടോ, തറത്ത് പോകുന്നുണ്ടോ. അതേപോലെ നൂൽപ്പാലത്തിൽ കൂടെ നമ്മൾ പോവുകയാണ്. എങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വട്ടവടയിലെ നമ്മുടെ വെള്ളച്ചാട്ടം. ഓക്കെ, കണ്ടോ, കൊള്ളാം, കുഴപ്പമില്ല, സെറ്റാണ്. നമ്മളെ കൊണ്ടു. അത് തന്നെ. എന്താണ് കീർത്തി, എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് വെള്ളച്ചാട്ടമാണ്, വാട്ടർഫോളാണ്, എനിക്കതേ പറയാനുള്ളൂ. അതിന്റെ മലയാളത്തിലും പറഞ്ഞു, ഇംഗ്ലീഷിലും പറഞ്ഞു. അല്ല, അതിനെക്കാളും ചെറുത്. பிசுறு வர்றது பாரு எங்க ஆண்டா. பிசுறு வர்றது பாரு. എടാ അപ്പൂസ് എവിടെ വന്നോ? എല്ലാരെയാ
അപ്പോൾ ഇതാണ് നമ്മളെ വട്ടവടയിലെ വെള്ളച്ചാട്ടം. നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. ആ ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റോപ്പർ വായിക്കാൻ പോകുന്നു. അപ്പോൾ അടുത്ത് നമ്മൾ കാന്തല്ലൂരിലേക്ക് പോകുന്ന വീഡിയോ ആണ് വരുന്നത്. ക്യാരറ്റ് തിന്നാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അഭിപ്രായങ്ങൾ? കമന്റ് അല്ല, നിങ്ങൾ പറയൂ എന്താണ്? ഫസ്റ്റ് ലാസ്റ്റിലുള്ള ആള് പറയാം. ഓക്കെ, പറയൂ എന്താണ് പറയാനുള്ളത്? ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. നമുക്ക് മൂപ്പത്തി ചില സമയങ്ങളിൽ ചില ട്രോളുകൾ പറയാറുണ്ട്, പക്ഷെ അത് വല്ലാത്ത ഡയലോഗായി പോകുന്നു. കൊള്ളായിരുന്നു, അടിപൊളിയാണ്, നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഹലോ അപ്പൊ നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലേ? അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാലോ അല്ലേ? കൊള്ളാം, സൂപ്പർ. എല്ലാവർക്കും കാണാൻ പറ്റിയ കുറെ നല്ല മൂവ്മെന്റ് കണ്ടു. ട്രക്കിംഗ് സൂപ്പർ ആയിരുന്നു. ഓക്കെ, നടുവേദന ഉള്ള ഒരു വരവ്. ഡിസംബർ തൊട്ടാണ് സീസൺ തുടങ്ങുന്നത്. ഇപ്പൊ കുറച്ചൊക്കെ കാണുള്ളൂ, എന്നാലും ഇവിടെ എന്താണ് അത്? ഹായ്, എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ നാട്ടിലൊന്നും കിട്ടാനില്ലാത്ത വില കൂടിയ ഐറ്റമായ ഇത് പൂവാണോ കാന്താരി മുളക് ആണോന്ന് അറിയില്ല. അതിനിടയിൽ എങ്ങനെയാ വീണ് പൊടിച്ചത്? പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി വീഡിയോസ് കിട്ടാനുള്ള ഐറ്റംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത്രയും വെറൈറ്റി ആവുമെന്ന് ഒട്ടും വിചാരിച്ചത്. എന്തായാലും കാന്താരി മുളക് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ? തളർന്നിരിക്കുന്ന പാട്ടിട്ടിരിക്കാൻ ട്യൂൺ നീ കുടി എനിക്ക് കുടിച്ചിട്ടൊരു പുച്ഛം വന്നു, അതുകൊണ്ട് എനിക്കണ്ട. അവിടെ ടച്ച് എനിക്കണ്ട, ഞാൻ കുടിക്കില്ല. എനിക്ക് കുടിച്ച് ശീലല്ല. എനിക്കണ്ട. അന്ന് ഇതുപോലെ വീഡിയോയിൽ നമുക്ക് മറ്റേ ഇതിൽ കയറി പോയാറേ ഇല്ല. കണ്ണും പൂട്ടി കുടിക്കാം. പിന്നെ അത്രയ്ക്കൊന്നും പിന്നെ ഒരു കുഴപ്പമില്ല, കൊള്ളാം. നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മൂന്നാർ വരുന്നവർ ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൊടൈക്കനാൽ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത്